ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ നല്ല മടിയാണ്, അതാണ് പ്രശ്നം. കേക്കിന് ഓർഡർ കുറച്ച് കുറവാണ്, എന്നാലും അത്യാവശ്യം ഓർഡറുകളുണ്ട്. നമ്മൾ കുറേ കേക്കും ബ്രൗണിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും വീഡിയോ എടുക്കണില്ല, അതാണ് പ്രശ്നം കേട്ടോ. ഈ വീഡിയോ തന്നെ ഞാൻ കുറേ ദിവസം മുന്നേ, നമ്മളിപ്പോൾ ഈ മഴ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ, മഴ തുടങ്ങാട്ടൊക്കെ മുന്നേ ഉണ്ടായിരുന്ന ഓർഡറുകളുണ്ട്. കുറേ നാളായി ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാനുള്ള ആ ഒരു മടിയും തിരക്കും. പിന്നെ വീട്ടിലെ മക്കളുണ്ടല്ലോ, അവർക്ക് ഈ ഫോണിൽ കളിയും അങ്ങോട്ട് ആ ഒരു ബഹളമാണ്. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും തിരക്കിലായിട്ട് നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളവിടെയൊക്കെ എങ്ങനെ മഴ? നമ്മളവിടെ ഇപ്പോൾ നല്ല എല്ലായിടത്തും ഉണ്ടല്ലോ നല്ല മഴയും. അതുപോലെ പാടത്തിൻ്റെ ഭാഗമാണ്, എന്നാൽ പക്ഷേ വെള്ളം കയറുന്നില്ല കേട്ടോ. പറമ്പിൽക്കൊന്നും വെള്ളം ഉണ്ടാവില്ല. പക്ഷേ പാടം മൊത്തം പുഴ പോലെ കിടക്കുന്നുണ്ട് കേട്ടോ, നിറച്ചും വെള്ളം. പിന്നെ നല്ല തണുപ്പും ഒക്കെ അയക്കുന്നു. നമ്മുടെ സൗണ്ടൊക്കെ ഇങ്ങനെ അടഞ്ഞ പോലെ ഇട്ട് എപ്പോഴും തണുപ്പൊക്കെ ആയിട്ടേ എപ്പോഴും ജലദോഷം പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് ഇത് 3-4 കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് കുറച്ചൊക്കെ ആയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇതൊരു 1.5 കിലോൻ്റെ ഒരു ചോക്ലേറ്റ് കേക്ക് കേട്ടോ, ചോക്ലേറ്റ് ട്രഫിളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. കാരണം ടിന്നെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ 7 ഇഞ്ചിലും അതുപോലെ 6 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 5 ഇഞ്ചിലും 7 ഇഞ്ചിലും അല്ലെങ്കിൽ 8 അങ്ങനെ ഇത്തിരിയെങ്കിലും വ്യത്യാസം വേണം. ഒരു ഇത് വേണം കേട്ടോ, എന്നാലാണ് ആ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ 2 ലെയറും. ഇത് അത്ര ഗ്യാപ്പ് ഇല്ല. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മോഡൽ അവർ കസ്റ്റമർ അയച്ചു തന്നതാണ് കേട്ടോ. ഇതുപോലെ എന്താ പറയുക, സ്പൈഡർമാനും പിന്നെ ബട്ടർഫ്ലൈയും ബോൾസും ഒക്കെ വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വേറൊരു കളർ, ഒരു പിങ്ക് കളർ അയച്ചു തന്നിട്ട് അത് നീല കളറിൽ ആക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ അപ്പോൾ കേക്കൊക്കെ ഇപ്പോൾ ഇത് ചെയ്തു. ഇത് നമ്മുടെ ഈ മഴ തുടങ്ങാനായിട്ട് മുന്നുള്ളതാട്ടോ. കാരണം നമുക്ക് ഡെലിവറി ഒക്കെ കുറച്ച് ദൂരൊക്കെ ഡെലിവറി ആയിരുന്നു, കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇപ്പം നല്ല ഡെലിവറി നല്ല ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ മഴ അങ്ങനെ തോരണ സമയമൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പുറത്തേക്കൊക്കെ പോകണത് കേട്ടോ. കേക്കൊക്കെ ആണെങ്കിൽ നനഞ്ഞാലും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പെട്ടെന്ന് വന്ന് ഓർഡർ കേട്ടോ. ഈ ഒരു 2 കളറിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, ഒരു ബ്ലൂവും പിന്നെ പിങ്കും കളറ്. നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ നല്ലൊരു പീക്കോക്കും ചുവപ്പും പോലെ ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ അതല്ല, അത് ശരിക്കും ഒരു ലൈറ്റ് പിങ്കും ലൈറ്റ് ബ്ലൂവും നല്ല കളറിലാണ് കേട്ടോ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. 1 കിലോയിലാണ്. നമ്മൾ ഈ ഇതിൽ ഫോണിലുള്ള ആ ഒരു ഇതുകൊണ്ട് കേട്ടോ കളർ ഇത്ര മാറ്റം വരുന്നത്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടോ, കളറും ഒക്കെ ശരിക്കും പോലെ ആവില്ല. അപ്പോൾ ഞാനിതാ ഈ ഒരു കേക്ക്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഉള്ളിൽ 2 കളറും പുറമേക്ക് സാധാ പോലെ വൈറ്റ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയ ഐഡിയ ഒന്നും ഇല്ല, പെട്ടെന്ന് വന്ന ഓർഡറാണ്. ഇങ്ങനെ അധികം നോക്കാനും പിടിക്കാനും സമയം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല, 2 കേക്കും 2 ടിന്നിലായിട്ട് 6 ഇഞ്ച് 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. 1 കിലോ വെച്ചിട്ട് 1 കിലോൻ്റെ കേക്കാണല്ലോ. എന്നിട്ട് അത് 2 ലെയറാക്കിയിട്ട് പിന്നെ പകുതി കട്ട് ചെയ്തിട്ട് മേലേക്ക് വെച്ചു. മൊത്തം 4 ലെയർ അങ്ങനെ കേട്ടോ കേക്ക് ചെയ്തിട്ടുള്ളത്. സാധാ വൈറ്റ് ഫോറസ്റ്റിലാണ്. ഇതെന്തോ ബേബി ഷവർ എന്നുള്ള ആ ഒരു പ്രോഗ്രാം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളാണല്ലോ, ബേബി ഷവർ, പിന്നെന്താ കുറേ ഉണ്ട്. കല്യാണത്തിന് മുന്നേയും പ്രസവത്തിന് മുന്നൊക്കെ, നമ്മുടെ കാലത്തൊന്നും അങ്ങനെ ഇതൊന്നും ഇല്ല കേട്ടോ. അല്ല, പ്രസവത്തിന് കൂട്ടിക്കൊണ്ടാവില്ല, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആവും ചിലപ്പോൾ പുതിയ മോഡലിലാക്കിയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് കുറേ പരിപാടികളാണല്ലോ, ഓരോ ദിവസം ഓരോ മാസം ആകുമ്പോഴും ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിനുള്ളത് കട്ട് ചെയ്യാനുള്ളത് കേട്ടോ. ഉള്ളിൽ ഉള്ള കളറ് പുറത്തേക്ക് കാണാണ്ട് അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കേക്ക് ഞാനിപ്പോൾ ഇതുപോലെ 2 കേക്കും വേറെ ആയിട്ട് ഒന്ന് ക്രം കോട്ട് കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് സെറ്റായതിന് ശേഷം ലാസ്റ്റ് കോട്ടിങ് ഒരുമിച്ച് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലധികം സമയം ഉണ്ടായില്ല കേട്ടോ എനിക്ക് ഈ കേക്ക് ചെയ്യാൻ. കാരണം ഇത് പെട്ടെന്ന് ഒരു ഉച്ചയോട് കൂടിയിട്ടൊക്കെ വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു രാത്രി പറഞ്ഞാൽ ഒരു 7 മണിയാകുമ്പോഴത്തേനും അത് വാങ്ങിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 കേക്കും അങ്ങനെ ക്രം കോട്ട് കഴിക്കാൻ കേട്ടോ. പിന്നെ ഓർഡർ നമ്മളിപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം
എന്താ പറയുക, ഈ കേക്കിൻ്റെ കാര്യത്തിന് ഒരുപാട് പരസ്യം എന്ന് പറഞ്ഞാൽ കാർഡൊക്കെ അടിച്ചിട്ട് എല്ലായിടത്തും കൊടുക്കുക, കേക്കിൻ്റെ ഓർഡർ എടുക്കും എന്നുള്ള ഒരു രീതി എല്ലാവർക്കും അറിയണമല്ലോ. അറിഞ്ഞാലല്ലേ ഇപ്പോൾ എല്ലാവരും ചെയ്യുക. നമ്മൾ വീട്ടിൽ ചെയ്യണ കാര്യമാണല്ലോ. ഷോപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ റോട്ടിൽ കൂടെ പോകുന്നവർക്കൊക്കെ ഷോപ്പ് കണ്ടാൽ കയറാം. പക്ഷേ വീട്ടിൽ ചെയ്യുമ്പോൾ പുറത്തുള്ളവർക്കും അറിയാത്ത ആൾക്കാർക്കൊന്നും അറിയില്ല കേട്ടോ നമ്മൾ കേക്ക് ചെയ്യുന്ന ആളാണോ എന്നുള്ളത്. അപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊന്നും അറിയില്ല. അത് കാരണമാണ് ഓർഡർ കുറവ് കിട്ടാം. എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഞാൻ കാർഡൊക്കെ അടിച്ചിട്ട് എല്ലായിടത്തും കൊടുക്കും. അങ്ങനെ കുറേ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് കാർഡ് അടിച്ചിട്ട് എല്ലായിടത്തും കൊടുത്ത്, അപ്പോൾ കുറച്ചും കൂടി ഓർഡർ കുറച്ച് കൂടുതൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓരോ മടിയും വീട്ടിലത്തെ പണി അല്ലാതെ പോയി ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള അവസ്ഥയല്ലേ. അപ്പോൾ അതൊക്കെ കാരണമാണ് പിന്നാക്കം നിൽക്കുന്നത് കേട്ടോ. കുറേ ഓർഡർ വന്നാലും ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് മനുഷ്യർ വൈക്കാവും. അപ്പോൾ ഇങ്ങനെ തട്ടിമുട്ടിയിട്ട് ഇങ്ങനെ പോവാട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം പോക്കറ്റ് മണിക്കുള്ള ആ ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഒന്നും കുഴപ്പമൊന്നുമില്ല. ബ്രൗണിക്കൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു. ബ്രൗണി ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടോ. പക്ഷേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. വീഡിയോ എടുത്തില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത തന്നെ പിന്നെയും നമുക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ബ്രൗണിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് കുറേ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. എന്നാലും പുതിയ കൂട്ടുകാരും ഒക്കെ ഉണ്ടാവില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ വീഡിയോ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കേക്ക് ഞാനിതുപോലെ ഒന്ന് സെറ്റായതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് ഇങ്ങനെ ചേർത്ത് വെച്ചു. എൻ്റെ ആണെങ്കിൽ ഈ ബേസും ഒക്കെ വലുതൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ള ബേസിലൊക്കെ വെച്ചു കേട്ടോ. ഇതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് ഹൈറ്റ്, ആ നീല കളറുണ്ടല്ലോ, അതൊന്ന് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കോട്ടിങ് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ലാസ്റ്റിന് കോട്ടിങ് കൊടുത്തിട്ട് ഞാനേ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കൂടി ഒരു അരമണിക്കൂറെങ്കിലും സെറ്റാവണ്ട സെറ്റാക്കാൻ വെച്ചിട്ട് എടുത്തു. അപ്പോൾ ആ ഒരു ബ്ലൂ കളറിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു നിഴലടിക്കണ പോലെ കളർ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. വൈറ്റ് കളർ കൊടുത്ത കാരണം എന്താ അറിയില്ല. അപ്പം ഞാൻ പിന്നെ അവിടെ ഒരു ഗോൾഡൻ ലീഫും കുറച്ച് ഷുഗർ ബോൾസൊക്കെ വെച്ച് പിടിച്ചിട്ടൊക്കെ മറച്ചു വിട്ടാൽ, കാരണം അത് കളർ കാണാണ്ട് കട്ട് ചെയ്യുമ്പോഴല്ലേ കാണേണ്ടത്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് ദൂരേക്കുള്ളത് തന്നിട്ടാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ ഡെലിവറി നമ്മളൊരു ബൈക്കുമ്പിലോ സ്കൂട്ടിമ്പിലൊക്കെ പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഡെലിവറി ചെയ്തില്ലെങ്കിൽ കേക്ക് ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ടും ഒക്കെ എന്തെങ്കിലും ഇതാവും. നല്ലപോലെ കൊണ്ടുപോയില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട്. അത് കാരണം ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ടുപോകുള്ളൂ. പക്ഷെ വേറെ നമ്മൾ കേക്ക് ഉണ്ടാക്കാത്ത ഒരാൾ കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പോൾ അത്ര ശ്രദ്ധിക്കില്ല കേട്ടോ. അപ്പോൾ അവർ ചിലപ്പോൾ നല്ല ഈസി ആയിട്ട് തൂക്കി പിടിച്ച് ആട്ടിയിട്ടൊക്കെ ആയിട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് ചിലപ്പോൾ ഡാമേജ് ചെറുതായിട്ട് ഇങ്ങനെ മേലത്തൊക്കെ ക്രീം കുറച്ച് ഇളകിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് കേക്ക് കൊടുക്കുമ്പോൾ ഞാൻ തന്നെ പോകണമെന്ന് ഒരു ഇത് കേട്ടോ. കാരണം വേറെ ആൾക്കാർ പോകുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യില്ല കേട്ടോ. അങ്ങനെ എപ്പോഴും ഇങ്ങനെ നന്നായിട്ട് എന്താ പറയുക ഇളക്കി പിടിച്ച് ആട്ടിയിട്ടൊക്കെ ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുകളിലൊരു ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ഡിസൈൻ പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയെടുത്ത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും പിന്നെ എന്താ നീല കാണുന്നിടത്തൊക്കെ കുറച്ച് ഗോൾഡൻ ലീഫൊക്കെ വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഈ കേക്ക് ഡെലിവറി ചെയ്തത്. അപ്പോൾ ആകെ കേക്കിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ നമുക്കൊരു 1.5 കിലോൻ്റെ ഒരു വൈറ്റ് ഫോറസ്റ്റ് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. കുറേ ദിവസം മുന്നേ വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ ഏത് കേക്കാന്ന് കറക്റ്റ് ഓർമ്മയില്ല. നമ്മൾ പൈസിങ് മാത്രമാണല്ലോ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് കാരണം അപ്പോൾ അത് ക്രം കോട്ട് കഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 കിലോൻ്റെ കേക്കാട്ടത്. ഇതൊരു തീം കേക്കാണ്. അപ്പോൾ ആ ഒരു കേക്ക് ഇത് നമ്മൾ കുറച്ച് ദൂരേക്ക് ഡെലിവറി ചെയ്തിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ, നല്ലപോലെ ആക്കിയിട്ട്. അപ്പോൾ ആ ഒരു കേക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ഒരു ഗ്രീൻ കളറിലാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ മക്കൾ അതിനും പോയിട്ടേ സൗണ്ട് നമുക്ക് വോയിസ് കൊടുക്കാനും കറക്റ്റായിട്ട് ഡിസ്റ്റർബായിട്ട് കൊണ്ടിരിക്കട്ടെ. അതാണ് ഞാൻ വോയിസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കട്ട് ചെയ്ത പോലെ ആയിട്ട് പറയുന്നത് കേട്ടോ. അവരിങ്ങനെ ഇതിന് വന്നിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രശ്നം. വീട്ടിലിവരെല്ലാവരും ഉള്ളപ്പോൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ലപോലെ ഇരുന്നിട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ വീട്ടിലിവരെല്ലാവരും ഉള്ളപ്പോൾ നമ്മളിപ്പോൾ ഏത് റൂമിലിരുന്നാലും അവിടേക്ക് വരും. അങ്ങനെ അവിടെ അങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിട്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ശബ്ദം ഒരു ഒഴുക്കിലുണ്ട് കൊടുക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരെ നോക്കി പുറത്ത് പോകാനൊക്കെ പറയും, കണ്ണുകൊണ്ട് കട്ടൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രശ്നം.
അപ്പോൾ ഞാൻ എന്തായാലും കേക്ക് കുറച്ച് ഹൈറ്റുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുവിധം അത് ഞാൻ ഐസിങ് ചെയ്തെടുത്തു കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ മഴയതിന് ശേഷം ഇന്നലെയൊക്കെ ബ്രൗണിക്കൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു, മിഞ്ഞാന്ന് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷേ കറണ്ടിൻ്റെ നല്ല പണിയാട്ടോ. കറണ്ട് വരിക ഒരു 2 ദിവസത്തോളം ഇവിടെ കറണ്ട് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരവസ്ഥ വന്നു. ഞാൻ ക്രീമും സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ മേടിച്ച് വെച്ചിട്ടൊക്കെ കേട് നോക്കുമ്പോൾ ഭാഗ്യത്തിന് വിവോ വരുന്നതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് കറണ്ട് വന്നിട്ട് നല്ല തണുത്തതിൻ്റെ ശേഷം പിന്നെ എടുത്ത് നോക്കുമ്പോൾ കേട് വന്നിട്ടില്ല കേട്ടോ. കേട് വന്നിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞ പോലെ ആവും. അപ്പോൾ കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ക്രീം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അധികം ക്രീം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അധികം ക്രീം മേടിച്ചേക്കാണ്ടിരിക്കാൻ നല്ലത് കേട്ടോ. ഫ്രിഡ്ജിൽ കറണ്ട് പോയിട്ട് 1 ദിവസം 2 ദിവസമൊക്കെ ഇരുന്നിട്ട് കേട് വന്നിട്ട് അപ്പോൾ പിന്നെ ആ പൈസ പോയി കിട്ടില്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് മാങ്ങ, ഇവിടെ മാങ്ങാക്കാലാണല്ലോ, മാങ്ങ ശേഷം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആകെ മാങ്ങ, അപ്പോൾ ആരും മാങ്ങ എടുക്കണമെന്നില്ല. നിറച്ചും മാങ്ങ പഴുത്ത് വീണെടുക്കണം. മാങ്ങ മഴയായിട്ട് മാങ്ങ പറക്കണമെന്നില്ല. ആകെ വെള്ളത്തിലും ഒക്കെ ആയിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടിട്ടാണ്. അപ്പോൾ കുറച്ച് മാങ്ങ എടുത്തിട്ട് ഞാൻ മാംഗോ ഐസ്ക്രീം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയിട്ടാണ് ഇന്നലെ. അപ്പോൾ ക്രീമൊന്നും കേടുവന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഒരു കുഴപ്പമില്ല. എന്നിട്ട് എല്ലാവരും മിഞ്ഞാന്ന് ഉണ്ടാക്കി വെച്ചു, ഇന്നലെ കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടി. പിന്നെ ഞാൻ ക്രീം സ്റ്റോക്കാക്കി വെച്ചിട്ടില്ല, ഞാൻ ഓർഡർ വരികയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാൽ കേട് വരും കേട്ടോ. അതാണ് അവസ്ഥ. പിന്നെ കറണ്ട് പോയിട്ട് വന്നിട്ടും അത് വേറെ കേട്ടോ. പക്ഷെ തീരെ പോയിട്ട് ഇവിടെ നിറച്ച് മരങ്ങളൊക്കെ ഉള്ള സ്ഥലം, നമ്മുടെ ഒരു ഉൾപ്രദേശമാണല്ലോ. അപ്പോൾ അത് കാരണം ഈ ഒരു കാറ്റിൻ്റെ അടിച്ചാൽ കുറേ മരങ്ങളുണ്ട് വീഴും കേട്ടോ. അങ്ങനെ ഈ കറണ്ടും കമ്പി എല്ലാതും വീഴും, പോസ്റ്റും ഒക്കെ കൂടി വീഴും കേട്ടോ. അവർ പിന്നെ 1 ദിവസം 2 ദിവസമൊക്കെ പിടിച്ചിട്ടൊക്കെ തന്നെ റെഡിയാക്കി എടുക്കുക. ചിലപ്പോൾ ഒരു ഭാഗം റെഡിയാക്കി വരുമ്പോഴത്തേനും അടുത്ത ഭാഗം പിന്നെയും കേടാവും. അങ്ങനെയൊക്കെ ആയിട്ട് ആകൊരു ഇതാട്ടാ. പിന്നെ ചൂടൊന്നുമില്ല, കറണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഓവൺ, ബീറ്റർ, ഫ്രിഡ്ജ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ കുറേ ഹോം ബേക്കേഴ്സൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 ദിവസം മുന്നേ അറിയിക്കണം കറണ്ട് ഇല്ലാത്ത കാരണം. അങ്ങനെ അപ്പോൾ നമ്മൾ മറ്റേ കേക്ക് ഒക്കെ ഞാനെല്ലാം ഫോട്ടോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അതിൽ കുറച്ച് ഫോണ്ടം വർക്ക് ആയിരുന്നു, അതൊക്കെ വെച്ച് കൊടുത്ത് അതൊക്കെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കുന്നുണ്ട്, അതിനൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കേക്കായിരുന്നു കേട്ടോ. ഇതൊക്കെ ഫോണ്ടനിലാണ് ഇതിൻ്റെ മുകളിലുള്ള വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചു. ഒക്കെ ഡ്രൈ ആയതിൻ്റെ ശേഷം വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒലിച്ച പോലെ ആവും. നന്നായി ഡ്രൈ ആക്കിയിട്ട് അതൊക്കെ ഒരു വേലി പോലെയും ഒക്കെ ആയിട്ടിട്ടാ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിൽ എന്താ പറയുക, മയിൽ വന്നപ്പോൾ വീഡിയോ എടുത്തതാട്ടോ കുട്ടികൾ. മയിൽ എന്നും ഉണ്ട് കേട്ടോ. മയിലിപ്പോൾ ഒരു ശല്യം പോലെ ആയിക്കണേ. നമ്മൾ മുറ്റത്തല്ലേ നമ്മൾ ഇതിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊത്തിപ്പറക്കി ചെടിയൊക്കെ കേടുവരുത്തും, ചട്ടിയൊക്കെ തട്ടിമറിച്ചിടും. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ശല്യം ആയിക്കണം കേട്ടോ. നമ്മളിപ്പോൾ അകത്താണെങ്കിൽ ഇവർ കൊലാമ നടക്കുന്നതൊന്നും കാണില്ലല്ലോ. നമ്മൾ സിറ്റ് ഔട്ടിൽ ഒന്നും വരാന്തൊന്നും ഇല്ല. അപ്പം പെട്ടെന്ന് കയറി വരാൻ പറ്റും. അപ്പോൾ ഈ ചെടികൾ മൊത്തം ഇല മൊത്തം നിന്നിട്ടൊക്കെ വെടുപ്പാക്കിയിട്ടൊക്കെ പോകണം കേട്ടോ. നമ്മൾ കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ്, കാണുകയാണെങ്കിൽ അപ്പോൾ ആട്ടി വിട്ടാം. അപ്പോൾ ഇവരെന്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറേ മയിലുണ്ട് കേട്ടോ. ഒരു 8-10 ഒക്കെ ഒരുമിച്ചൊക്കെ നടന്ന് വരിക കേട്ടോ. മിക്ക ദിവസം ഉണ്ടാവും ഇവിടെ നിറച്ചും. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് പോകുന്നുണ്ട്. എല്ലാവരും കുറേ ആൾക്കാരുടെ വീഡിയോയിൽ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് ചോക്ലേറ്റിൻ്റെ ട്രഫിൾ കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നത് ഞാൻ വീഡിയോ തന്നെ എടുത്തില്ല കേട്ടോ. ലാസ്റ്റ് മാത്രം ഒന്ന് ഫോട്ടോ എടുത്തതാണ്. പിന്നെ നേരത്തെ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ഈ കേക്ക് ഞാൻ ഇതുപോലെ ഏത് മോഡൽ വേണമെങ്കിൽ ആക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ആക്കിയെടുത്ത് കേട്ടോ. ആ ഒരു ബോ വെച്ചിട്ട് കുറേ ഇതിൽ കാണാണ്ടല്ലോ, പുതിയൊരു മോഡൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയെടുത്തു. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ഓർഡറുകൾ കേട്ടോ. 2 ദിവസത്തൊക്കെ ആയിട്ടുള്ള ഓർഡറുകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് ബ്രൗണിയുടെയും വേറെ കേക്കിൻ്റെയും ഒക്കെ ഫോട്ടോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാത്ത കാരണം എല്ലാവർക്കും ദേഷ്യമാവും, വീഡിയോ തീരെ ഇടണില്ലല്ലോ. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അങ്ങനെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാത്തിൻ്റെ ഫോട്ടോ ഞാനിതിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.